ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ പിസ്സയാണ്. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും 1 കപ്പ് ചെറു ചൂടുവെള്ളവും 1 ടീസ്പൂൺ ഒറിഗാനോയും 11 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് ഈസ്റ്റും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് ബട്ടറും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഇളം ചൂടുവെള്ളത്തിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ഒഴിച്ച് ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് ഇത് കുഴച്ചു കൊടുക്കാം. ഈ മാവിലേക്ക് ഒറിഗാനോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഇത് കുഴച്ചെടുത്ത ശേഷം ഇത് പാത്രം മൂടിയിട്ട് അരമണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് പിസ്സയിൽ ചേർക്കാനുള്ള സോസ് ഉണ്ടാക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ നല്ല തിളച്ച വെള്ളത്തിലേക്ക് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ഇത് തിളച്ച് കഴിയുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് മിക്സിയിൽ അടിച്ചെടുക്കും. ടൊമാറ്റോ സ്കിന്ന് റിമൂവ് ചെയ്തതാണിത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടൊമാറ്റോ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തതും 1 സവോള ചോപ്പ് ചെയ്തതും കുറച്ച് മൊസറല്ല ചീസും 1 ടീസ്പൂൺ ഒറിഗാനോയും ആവശ്യത്തിനുള്ള ഉപ്പും ഒലിവ് ഓയിലും വേണം. ഇനി ഈ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് സവോള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഈ ടൊമാറ്റോ അരച്ചത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചീസ് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചീസ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. പിസ്സയുടെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാപ്സിക്കം 3 കളർ എടുത്തിട്ടുണ്ട്. റെഡ്, ഗ്രീന്, യെല്ലോ. 1 സവാള, പിന്നെ മൊസറല്ല ചീസ്, ഒലീവ് ഞാനിവിടെ ബ്ലാക്കും ഗ്രീനും എടുത്തിട്ടുണ്ട്, പിന്നെ ഒറിഗാനോ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ ഫോയിൽ മാറ്റി നോക്കാം. മാവ് ഇവിടെ ഡബിളായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ച ശേഷം ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇത് സെറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാം. ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ഞാനിവിടെ ഫോയിൽ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി മാവ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി
പരത്തിയ ശേഷം ഇതിലേക്ക് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇതിന് പുറത്ത് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന് മീതെ ഒറിഗാനോ കുറച്ച് വിതറി കൊടുക്കാം. ഇനി കുറച്ചുകൂടി മൊസറല്ല ചീസ് മീതെ ഇട്ട് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാളയും ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിന് മീതെ ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതിന് പുറത്തേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇതിന് മീതെ മൊസറല്ല ചീസ് വീണ്ടും ഒന്നിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് ഒലിവ് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ഇത് ബേക്ക് ചെയ്യുവാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ പിസ്സ നമുക്ക് പുറത്തെടുക്കാം. പിസ്സ ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.